കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലും ഇത് തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഇപ്പോൾ വെജിറ്റബിൾ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മൾക്ക് വെജിറ്റബിൾസ്, ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കും. ഗോബി മഞ്ചൂരിയൻ ആകുമ്പോൾ കോളിഫ്ലവറും പനീറുമാണ് ആഡ് ചെയ്യണത്. അപ്പോൾ കോളിഫ്ലവറിനെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. അതിൽ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത്. അതിനകത്തേക്ക് കുറച്ചിങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതവിടെ ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവറിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ആ വെള്ളം നമുക്ക് നമ്മുടെ ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഗ്രേവിയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂണ് ഇഞ്ചി അരിഞ്ഞത്. പിന്നെ വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് 1 ടീസ്പൂണ്. ഞാൻ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 1 നുള്ള് ബേക്കിംഗ് പൗഡർ, അത് 1 നുള്ള് എടുത്താൽ മതിയേ, ബേക്കിംഗ് പൗഡർ. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരു 1.25 കപ്പ് കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് വരെയുള്ളതിൻ്റെ അളവാണ് ഞാൻ പറയണത്. അതിന് കൂടുതൽ എടുക്കുമ്പോൾ മറ്റുള്ള ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരും. ഇതിനകത്തേക്ക് 1 വലിയ പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പനീറാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം പനീറാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അത് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പിട്ടേക്കുന്നതാണ്. പിന്നെ സോയാ സോസിലായാലും ഉപ്പുണ്ടാവും. ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് നമുക്കിങ്ങനെ ഉരുട്ടാൻ പാകത്തിനായി കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടി ശരിക്കും ഡ്രൈ ആയിട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 1 ടേബിൾ സ്പൂണും കൂടി. അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു അളവിന് ഇത് കറക്റ്റായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കോൺഫ്ലവർ കുറേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് പോകട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ആയിട്ട് വരണം. ഇനി ഇതിനെ ചെറിയ ബോൾസുകളാക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ ഇതിനെ ഒന്ന് വറുത്ത് കോരിയിടുക. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസുകൾ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഈ ബോൾസ് ഉരുട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വേണം ഇതിനെ 2 കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ വിട്ട് പോരും. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രം ഇതിൻ്റെ കരിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാകണം. അപ്പോൾ അതിന് ഒരു എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഉള്ളിൽ കച്ചിയിട്ട് കിടക്കും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആ വറുത്ത ഓയിൽ കുറച്ച് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതുപോലെ ഒരു കുഴിഞ്ഞ ചട്ടിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി. തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തേക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും അങ്ങനെ മൂത്ത് പോകണ്ട, ആ ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ടുള്ള ആ ഒരു ഇതിൽ വന്നാൽ മതി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ട്രാൻസ്പെറൻ്റായി മാറുമ്പോൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കണ ഗ്രീൻ ചില്ലി, പിന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കണ ക്യാപ്സിക്കം, ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം നുറുക്കിയിട്ടുണ്ട്, ഇത് 2 ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്രീൻ പോർഷൻ ഇട്ട് കൊടുക്കുക. ഗ്രീൻ ചില്ലി ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഒരുപാട് വെന്ത് പോകരുത്. വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്,
2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ലൈറ്റും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. വിനെഗർ ഞാൻ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ. 1 ടീസ്പൂൺ വിനെഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോബി പിഴിഞ്ഞെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വാട്ടർ ഇനി ആഡ് ചെയ്ത് കൊടുക്കണ്ട. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ട് ആ ഗ്രേവീനെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രേവി ടൈപ്പിലാണ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടയില്ലാണ്ട് നന്നായിട്ട് കലക്കിയിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കട്ടയില്ലാണ്ട് ഒഴിച്ചു കൊടുക്കണം. ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് കൊടുക്കുക. ഇത് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ബോൾസ് എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ആ ഗോബി പിഴിഞ്ഞ വെള്ളത്തിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ സോസിലൊക്കെ ഉപ്പുള്ളതാണ്. ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഉപ്പാവും. അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബോൾസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റിലൊക്കെ കിട്ടണ ചൈനീസ് ബെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഗോബി മഞ്ചൂരിയൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. ഇനി അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗറും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം.